ഷാമ്പു ഇടുമ്പോൾ മസ്റ്റ് ആയിട്ട് കണ്ടീഷണർ ഇടണം. ഇന്ന് വരെ കണ്ടീഷണർ ഇട്ടിട്ടില്ലല്ലോ. അപ്പൊ എങ്ങനെയാണ് കണ്ടീഷണർ ഇടുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഷാമ്പു ഡൈല്യൂട്ട് ഇപ്പൊ നമ്മൾ സൾഫേറ്റ് ഫ്രീ ഷാമ്പു ആണ് തരുന്നത്. അപ്പൊ ഡൈല്യൂട്ട് ചെയ്ത് ഷാമ്പു ഇടണമെന്ന് നിർബന്ധമില്ല. നമുക്ക് ഡയറക്റ്റ് വേണമെങ്കിൽ ആ ഷാമ്പു യൂസ് ചെയ്യാം. ഇപ്പൊ നമ്മുടെ കംഫർട്ടബിളിനാണ് നമ്മൾ കുറച്ച് ഡൈല്യൂട്ട് ചെയ്ത് കുറച്ച് വെള്ളത്തിൽ കുറച്ച് ഡൈല്യൂട്ട് ചെയ്ത് പത വന്നതിന് ശേഷം നമ്മൾ വാഷ് ചെയ്യാൻ പറയുന്നത്. അപ്പൊ അങ്ങനെ വേണമെങ്കിൽ വാഷ് ചെയ്യാം. അപ്പം നന്നായിട്ട് ചെയ്യുക. പിന്നെ സ്കാൽപ്പിൽ നന്നായിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കണം. കാരണം ഇതിൽ നിന്ന് ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യും. ആ ഓയിലെല്ലാം വാഷ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ നല്ലോണം ഇട്ട് ഫുള്ള് ഹെയറിന്റെ സ്കാൽപ്പിനുള്ളിലെല്ലാം നല്ലോണം മസാജ് ചെയ്ത് ഫുൾ വാഷ് ഔട്ട് ചെയ്യണം. അതായത് ക്ലിയർലി, അതായത് ഒരു ചെറിയ ഡ്രോപ്സ് പോലും ഷാമ്പൂവിന്റെ അംശം നമ്മുടെ ഹെയറിലോ സ്കാൽപ്പിലോ ഉണ്ടാവാൻ പാടില്ല. അത്രയ്ക്ക് ക്ലീൻ ആയിട്ട് വാഷ് ചെയ്യണം. വാഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കണ്ടീഷണർ കുറച്ച് നമ്മുടെ കയ്യിലെടുക്കുക. അപ്പൊ ഒരു കൈക്കുമ്പിൾ എടുക്കുക. ഇത്രയും അത്യാവശ്യം ലെങ്ത് ഉള്ള ഹെയർ ആയതുകൊണ്ട് കുറച്ച് ഒരു കൈക്കുമ്പിളിൽ നിറയെ എടുക്കുക. എടുത്തിട്ട് ഹെയർ ഇങ്ങനെ പിടിക്കണം. ഓക്കെ, ഇങ്ങനെ പിടിച്ചിട്ട് ഇവിടുന്ന് മുടിയിൽ അവിടുന്ന് ഈ പോണിറ്റെയിൽ പിടിക്കുമ്പോൾ പിടിച്ചിട്ട് അവിടുന്ന് താഴേക്ക് മുതൽ ഈ എൻഡ് വരെ കണ്ടീഷണർ ഇട്ട് കൊടുക്കണം. ഓക്കെ, നല്ലോണം ഇട്ട് കൊടുത്തിട്ട് ഇട്ട് കഴിയുമ്പോൾ ബാലൻസ് നമ്മുടെ കയ്യിൽ ഉണ്ടാവും. അത് ഈ ഹെയറിന്റെ മേളിൽ മാത്രം ഇങ്ങനെ തേച്ച് കൊടുക്കണം. എന്നിട്ട് ഒരു വലിയ മഗ്, നമ്മൾ സാധാരണ വെള്ളം കുളിക്കുന്ന കൂടുതലും ഷവറിൽ കുളിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഹെയർ ഫോൾ ഉള്ളവര് ഷവറിൽ കുളിക്കുമ്പോൾ കൂടുതലായിട്ട് നമ്മുടെ ഹെയർ ഫോൾ ആവും. അതുകൊണ്ട് ഷവറിൽ കുളിക്കാതിരിക്കുക, മഗ്ഗിൽ കോരി കുളിക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ വലിയ മഗ് ഉണ്ടെങ്കിൽ വലിയ മഗ്ഗിൽ ഒരു മഗ് വെള്ളം ഒഴിക്കുക, ഇങ്ങനെ പിഴിയുക. ഓക്കെ, പിഴിഞ്ഞ് കളയുമ്പോൾ ഇങ്ങനെ ഒട്ടും. കണ്ടീഷണർ ഇങ്ങനെ വിടാന്നിരിക്കുന്നത് അതിങ്ങനെ ഒട്ടും അങ്ങനെ തന്നെ ടവലിൽ ഡ്രൈ ചെയ്യുക. അതല്ലാതെ അതിങ്ങനെ ഒട്ടണമെന്ന് പറഞ്ഞിട്ട് ഫുള്ള് വാഷ് ചെയ്ത് കളയരുത്. കണ്ടീഷണർ ആക്ച്വലി നമ്മുടെ ഹെയറിൽ പ്രൊട്ടക്ഷനാണ് നമുക്ക് തരുന്നത്. നമ്മുടെ വെയിൽ കൊള്ളുമ്പോഴും നമ്മുടെ പൊല്യൂഷൻസും ഒക്കെ നമ്മുടെ ഹെയറിന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കണ്ടീഷണർ ഇടുന്നത്. അപ്പൊ കണ്ടീഷണർ ഇടണം. ഓക്കെ, പിന്നെ നനഞ്ഞ മുടിയിൽ കുറച്ച് സിറം കൂടെ അപ്ലൈ ചെയ്താൽ ഹെയർ നല്ല ഒതുങ്ങി കിടക്കും, പറന്നൊന്നും കിടക്കത്തില്ല. അപ്പൊ നനഞ്ഞ മുടിയിൽ വേണം സിറം ഇടാൻ. കാരണം നനഞ്ഞ മുടിയിൽ സിറം ഇടുമ്പോൾ മാത്രമേ സിറം നമ്മുടെ ഹെയറിന്റെ ഉള്ളിലേക്ക് ഒബ്സർവ് ആയി പോകത്തുള്ളൂ. അതായത് ഉണങ്ങിയ മുടിയിൽ നമ്മൾ സിറം ഇട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മുടെ ഡ്രസ്സിലോ നമ്മൾ എവിടെയെങ്കിലും ചാരി ഇരിക്കുമ്പോഴോ അപ്പോഴൊക്കെ നമ്മുടെ ആ സിറം അങ്ങ് പോകും. മനസ്സിലായോ പറഞ്ഞത് എങ്ങനെയാണ്?